ഒരു പ്രശ്നം ഈ ഖിലാഫത്തിൻ്റെ കാര്യം മാഷ് പറഞ്ഞതിന് ശേഷം ഖിലാഫത്ത് സമരം ഗാന്ധി നിർത്തിവെക്കുന്നുണ്ട്. ചൗരി ചൗര സമരത്തിന് ശേഷം ബിപിൻ ചന്ദ്ര കമ്മ്യൂണിസം ഇൻ മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഒരു വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ഖിലാഫത്ത് സമരത്തിനും നിർത്തിവെച്ചതിനും 1922 RSS 1925 തുടങ്ങുന്നതിനോടൊക്കെയുള്ള ശൂന്യമായിട്ടുള്ള ഒരു കാലമുണ്ടായിരുന്നു. മാഷ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കലി ഇൻക്ലൂസീവായിട്ടൊരു ഭാവനയുടെ കാര്യം പറയുന്നത്. ആ ഭാവന ഗാന്ധിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അതിൽ വേറൊരു കാര്യം കൂടിയും ഞാൻ ചേർത്ത് വായിക്കുന്നത് നിത്യതിൻ്റെ മൂല്യങ്ങളുടെ കുളമർശം എന്ന് പറഞ്ഞ ഒരു ചെറിയ പുസ്തകമാണ്. അതിൽ യതി പറയുന്നുണ്ട്, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് തെണ്ടിയായി ഡൽഹിയിലെത്തിയിട്ട് ഗാന്ധിൻ്റെ ആശ്രമത്തിൽ വെച്ചിട്ട് ഗാന്ധിനെ യതി പോയി കാണുന്നു. അന്ന് ഗാന്ധിയോട് യതി ഒരു ചോദ്യം ചോദിക്കുന്നു. ഗാന്ധിൻ്റെ 4 മക്കളുള്ളത് ആരെങ്കിലും മുസ്ലിമിന് കല്യാണം കഴിച്ചു കൊടുക്കുമോ? അന്ന് ഗാന്ധി നോ പറയുന്നതോടുകൂടിയാണ് നിത്യനിധിയോട് ഇറങ്ങിപ്പോകുന്നത്. ഈ വൈരുദ്ധ്യം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മാത്രം വൈരുദ്ധ്യമാണെന്ന് ഞാൻ വിചാരിക്കില്ല. ഇത് അതിൽ ഉൾച്ചേർന്നിട്ടുള്ള ഓരോ ആളുകളുടെയും വൈരുദ്ധ്യമാണ്. അത് അംബേദ്കറിനുമുണ്ട്. അംബേദ്കർ പാർട്ടീഷൻ അനുകൂലിച്ച ആളാണ്. അംബേദ്കർ 1932 പെരിയാർ മുസ്ലിം ആയിക്കോന്ന് പറഞ്ഞിട്ട് 1954 ബുദ്ധമതം സ്വീകരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് കൂടി നമ്മൾ അന്വേഷിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ 2 കാര്യങ്ങൾ. ഒന്ന്, ഗാന്ധിയെ ഞാൻ എന്താ പറയുക, ഒരു കേവല സ്തുതി എന്ന നിലയിൽ പുകഴ്ത്താനല്ല ശ്രമിക്കുന്നത്. ചരിത്രത്തിൽ മൂപ്പര് നടത്തിയ ഇടപെടലുകൾക്ക് നിർണായകമായ ഒരു പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ടാവാം. ഞാൻ ഗാന്ധിജിയെ ഇപ്പോൾ മാർക്സിസ്റ്റുകളടക്കം ഗാന്ധി വളരെ ദുർബലമായ ഒരു സാന്നിധ്യമാണെന്നും ബൂർഷ്വാസിയുടെ ഒരു ഏജന്റാണെന്നും ദീർഘകാലം വിമർശിച്ചിരുന്നതാണ്. അതുകൊണ്ട് ഇതൊരു പുതിയ പ്രശ്നമൊന്നുമല്ല ഗാന്ധിക്കെതിരായ വിമർശനം എന്നത്. അദ്ദേഹം ജീവിച്ച കാലത്തും ഒക്കെ ഈ വിമർശനമുണ്ട്. പക്ഷെ ഞാൻ കരുതുന്നത് 2 നിലയിൽ ഗാന്ധിക്ക് പ്രാധാന്യമുള്ളതാണ്. ഒന്ന്, ഇന്ത്യയിലെ കർഷക ജനസാമാന്യത്തെയും ഇന്ത്യയിലെ സാധാരണ മനുഷ്യരെയും ദേശീയ പ്രസ്ഥാനത്തിലേക്കും ആധുനികമായ ചില നിർവാഹകത്വത്തിലേക്കും കൊണ്ടുവരുന്നതിൽ ഗാന്ധിയുടെ റോളിന് മർമ്മസ്പർശിയായ പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് മറ്റാരെങ്കിലും ആ കാര്യം അതേ അളവിൽ നിർവഹിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയം തന്നെ ഒരു കാര്യം ശരിയാണ്, ഗാന്ധിയിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. ഇപ്പോൾ 1920-കളിൽ 30-കളിലും ഗാന്ധി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഐ വിൽ ഡെഫിനറ്റ്ലി ഇൻട്രൊഡ്യൂസ് റിലീജിയൻ ഇൻ ടു പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് വിത്തൗട്ട് റിലീജിയൻ ഈസ് ഇമ്മോറൽ. ഇത് ഗാന്ധിയുടെ 20-കളിലെയും 30-കളിലെയും നിർണായകമായ നിലപാടാണ്. ഈ ഘട്ടത്തിലൊക്കെ ഗാന്ധി മതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഏകദേശം സനാതന ഹിന്ദു മതം തന്നെയുമാണ്. ഖിലാഫത്തടക്കം നിർത്തിവെക്കുന്ന ഘട്ടത്തിൽ ഗാന്ധിയുടെ വീക്ഷണത്തിൽ ഇതുണ്ട്. പക്ഷെ ഇതേ ഗാന്ധി 40-കളിൽ എത്തുമ്പോൾ എടുക്കുന്ന നിലപാട് മതം എന്നതൊരു വ്യക്തിയുടെ ആന്തരികവും സ്വകാര്യവുമായ കാര്യമാണെന്നും അതിന് സാമൂഹ്യ ജീവിതത്തിൽ ഒരു പങ്കും പാടില്ല എന്നുമാണ്. ഇതിലേതാണ് ഗാന്ധി എന്ന് ചോദിച്ചാൽ 2 ഗാന്ധിയാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് ഗാന്ധിയെപ്പോലൊരാളെ, ഗാന്ധിയുടെ ഒരു വാക്യം ഞാൻ പറയാം. അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, ഐ മേക്ക് നോ ഹോബ്ഗോബ്ലിൻ ഓഫ് കൺസിസ്റ്റൻസി. സ്ഥിരതയുടെ ദുർഭൂതത്തെ ഞാൻ കൊണ്ട് നടക്കുന്നില്ല. അല്ലാത്തൊരു വാക്കാണ് ഹോബ്ഗോബ്ലിൻ എന്നുള്ളത്. പുള്ളി എമേഴ്സൺ വായിച്ച് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന വാക്കാണ് ഹോബ്ഗോബ്ലിൻ. എമേഴ്സൺ എനിക്ക് ഉപയോഗിച്ച വാക്കാണ്. ഗാന്ധി എമേഴ്സന്റെ വലിയ ആരാധകനാണ്. ഞാനിത് ഒരുപാട് അന്വേഷിച്ച് കഴിഞ്ഞ അർത്ഥം കണ്ടുപിടിച്ചത് എവിടെ നിന്ന് ഈ മൂപ്പർക്ക് കിട്ടി ഇങ്ങനെ ഒരു വാക്കുണ്ട്. അപ്പോഴാണ് എമേഴ്സൺ ആ റൂട്ട്. പിന്നെ പറയുന്നത്, ഇഫ് ഐ ആം ട്രൂ ടു മൈസെൽഫ് ഫ്രം മൊമെന്റ് ടു മൊമെന്റ്, ഐ ഡു നോട്ട് മൈൻഡ് ദ ഇൻകൺസിസ്റ്റൻസീസ് ദാറ്റ് ഫ്ലങ് അപ്പോൺ മീ. അതുകൊണ്ട് ഗാന്ധിയുടെ നിലപാടുകളിലെ വൈവിധ്യങ്ങളുണ്ട്. 40-കളിൽ ഗാന്ധി പറയുന്നു മതവും രാഷ്ട്രീയവും തീർത്തും വ്യത്യസ്തമാണ്. 47-ലോ മറ്റാണ് അദ്ദേഹം പറയുന്നത്, ഒരു ദിവസത്തേക്ക് ഞാൻ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായാൽ രാഷ്ട്രത്തെയും മതത്തെയും സമ്പൂർണ്ണമായി വേർപെടുത്തും. പിന്നെയും പറയുന്നുണ്ട്, ഒരു രാജ്യത്തെ മുഴുവൻ ആളുകളും ഒരു മതത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും രാഷ്ട്രത്തിന് മതം ആവശ്യമില്ല. ഇതൊക്കെ 40-കളിലെ ഗാന്ധിയിൽ നിങ്ങൾക്ക് കാണാം. അപ്പൊ 20-കളിലെ ഗാന്ധിയെ നമ്മൾ ഒരു സ്ഥാനത്ത്
സ്ഥാനത്ത് ഫ്രീസ് ചെയ്തിട്ട് ഇതാണ് ഗാന്ധി എന്ന് കരുതരുതെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഗാന്ധിജിയെ ഒരു വ്യക്തിയായിട്ടല്ല, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രൊസീജിയറൽ പ്രാക്ടീസ് എന്ന നിലയ്ക്ക് കണ്ടാൽ അതിലെ വൈരുദ്ധ്യങ്ങൾ ഉടനീളം ഗാന്ധിജിയിലുമുണ്ട് എന്ന് കരുതുന്നതാണ്. അപ്പോൾ പ്രതി ആരാണെന്ന് ചോദിച്ചാൽ അത് ഗാന്ധി മാത്രമല്ല, ഒരു 3.5 പതിറ്റാണ്ടിൻ്റെ നമ്മുടെ രാഷ്ട്രീയ ചരിത്രം മുഴുവൻ അതിലുണ്ട്. വൈരുദ്ധ്യങ്ങളുണ്ടെന്നുള്ളതിൽ എനിക്ക് വിയോജിപ്പൊന്നും ഇല്ല. പിന്നെ മാനിക്കപ്പെടേണ്ട ചിലതൊക്കെ ഗാന്ധിയിൽ ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തിപരമായിട്ട് ഞാൻ കരുതുന്നത്. ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഗാന്ധിയെ തള്ളി പറഞ്ഞിരുന്ന കാലത്ത് ഞാൻ അങ്ങനെ തന്നെയാണ് കരുതിയിട്ടുള്ളത്. ഇപ്പോഴും ഏതാണ്ട് അങ്ങനെ തന്നെയാണ് കരുതുന്നത്. അത്രയും കുറഞ്ഞപക്ഷം വൈരുദ്ധ്യങ്ങളില്ലാത്ത ആരാണുള്ളത്? വളർച്ചയുടെ സഞ്ചാരം എന്ന് പറയുന്നത് തന്നെ ഒരു പക്ഷേ വൈരുദ്ധ്യങ്ങളുടെയും സങ്കലനവും നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റുള്ള ഗതിയുമാണ്. ടാഗോർ എന്ന് പറയുമ്പോൾ ടാഗോറുമാരാണുള്ളത്, ഒരാളല്ല. യൗവനകാലത്തെ ടാഗോർ അല്ല, മധ്യവയസ്സിലെ ടാഗോർ. ഗീതാഞ്ജലി എഴുതുന്ന ടാഗോർ വേറെ ആളാണ്. അപ്പൊ ഇവിടുന്നൊക്കെ നമുക്ക് ഇന്ന് സ്വീകരിക്കാവുന്ന കണങ്ങളെ നമ്മൾ പിൻപറ്റുന്നു എന്നതായിരിക്കും ശരി. ഈ ഡി കൊസാമ്പി നിത്യയാഥാർത്ഥ്യവും അതുപോലെ ഉള്ള പുസ്തകങ്ങൾ സത്യത്തിൽ മതപരമല്ലാത്ത ഒരു ചരിത്രരചനയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയാൻ കൊള്ളാം. എത്ര കാലം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ മാർക്സ് 19ാം പകുതിയാണ് മാർക്സ് ഇന്ത്യയെക്കുറിച്ച് എഴുതിയെന്നും ഒക്കെ എഴുതുന്നത്. അത് ഈ വർഗ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് എഴുതിയാണെങ്കിൽ അത് സാറിൻ്റെ ഇതിനകത്തൊരു പാശ്ചാത്യ ആൾക്കാരും ഇന്ത്യയെ പരിചയപ്പെടുത്തി പറഞ്ഞു കേട്ടില്ല. ഈ കൊസാമ്പി ഒരാൾ മാത്രമല്ല. ഇപ്പോൾ വാസ്തവത്തിൽ ഇന്ത്യയിലെ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫിക്ക് ഒരു 10-30 വർഷത്തെ വളരെ സജീവമായ ഒരു ജീവിതമുണ്ട്. ഇപ്പോൾ 50കൾ മുതൽ തന്നെ അത്തരം ആലോചനകൾ വരുന്നു. ഇപ്പോൾ കൊസാമ്പി വരുന്നു, ആർ ശർമ്മയുണ്ട്, ധാപ്പർ ഒരാൾ വരെയുണ്ട്, ഹർമൻസ് മുഖിയുണ്ട്, ഇർഫാൻ ഹബീബുണ്ട്, പണിക്കർ മാഷുണ്ട്. ഇവരിലൊക്കെ മാർക്സിസത്തുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രൂപപ്പെടുത്തിയ വിജ്ഞാനത്തെ നമുക്ക് എത്രത്തോളം സാമൂഹ്യമായ പൊതുബോധത്തിലെത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രശ്നം. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഹിസ്റ്റോറിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് ഒരു അക്കാഡമിക് ഇഷ്യൂ അല്ല. ഹിസ്റ്റോറിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ. ഒരു സമൂഹം അവരെ മനസ്സിലാക്കുന്നതിൻ്റെ ആധാരമാണ് ചരിത്രം. അതുകൊണ്ട് ഒരു സമൂഹത്തിൻ്റെ ആത്മബോധമാണ് ചരിത്രമായി പ്രവർത്തിക്കുന്നത്. ഈ ആത്മബോധത്തിൻ്റെ പ്രകാരം എന്താണ് ഞാൻ ഇന്ന് കരുതുന്നത്? ആധുനിക ഇന്ത്യയിൽ 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ ഏതാണ്ട് ഇപ്പോൾ വരെ ആധുനിക ഇന്ത്യയുടെ പൊതുചരിത്രബോധത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ദേശീയവാദ ചരിത്രമാണ്. ഫെമിനിസ്റ്റ് ചരിത്രം ഉണ്ടായി, പോസ്റ്റ് കൊളോണിയൽ ചരിത്രം ഉണ്ടായി, സബാൾട്ടേൺ ഹിസ്റ്ററി ഉണ്ടായി, മാർക്സിസ്റ്റുകളുടെ ഇടപെടലുകളുണ്ടായി, അഗ്രേറിയൻ ഹിസ്റ്ററി ഉണ്ടായി. ഇതെല്ലാം ശരിയാണ്. പക്ഷേ ഇതിനൊന്നും നിർണായകമായ ഈ മുറിച്ചു കടക്കൽ പൊതുബോധത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. അതിന് രാഷ്ട്രീയമായി വലിയ വിലയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതൊരു അക്കാഡമിക് ഇഷ്യൂ ആണ്, സെമിനാർ പ്രശ്നമാണ് എന്ന് കരുതിയതോടെ ഇത് സാമാന്യ ബോധത്തിൽ ഉറയ്ക്കണം എന്നത് പൊതുവിൽ അക്കാഡമിക്കുകളും കരുതിയില്ല, രാഷ്ട്രീയ നേതൃത്വവും കരുതിയില്ല. അതുകൊണ്ട് ചരിത്രം എന്ന് പറയുന്നത് എന്താണ്? രാഷ്ട്രീയ സമ്മേളനം നടക്കുമ്പോൾ ഒരു അനുബന്ധ സെമിനാറാണ് ഇന്ത്യ ചരിത്രം. പക്ഷെ വിഷയ അനുബന്ധമല്ല, വിഷയം കേന്ദ്രമാണ്. ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കൊസാമ്പിയുടേതുപോലുള്ള അതേ വഴിയിൽ അല്ലെങ്കിലും മാർക്സിസ്റ്റ് ട്രഡീഷനെ പിൻപറ്റുന്ന പൊളിറ്റിക്കൽ എക്കോണമിയെ പ്രധാനമായി കാണുന്ന ചരിത്ര അന്വേഷണത്തിൻ്റെ ഒരു ധാര ഇപ്പോഴും സജീവമാണ്. ഒരു ഘട്ടത്തിൽ പോസ്റ്റ് മോഡേണിസത്തിൻ്റെ ആലഭാരങ്ങൾ അതിനെ കുറച്ചൊന്ന് പരിഭ്രമിപ്പിച്ചതായി തോന്നിയെങ്കിലും അതിൽ നിന്നൊക്കെ മുക്തി നേടി അടിയുറപ്പോടെ തന്നെ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ സോഷ്യൽ ഇൻ്റർവെൻഷൻ ആസ് എ സോഷ്യൽ ഫോഴ്സ് ഈ ധാരണ പ്രബലമല്ല എന്ന് തന്നെയാണ്. ഹിന്ദുത്വത്തിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ സ്രോതസ് ദേശീയവാദം ഉണ്ടാക്കിയ ചരിത്രധാരണ തന്നെയാണ് ഇപ്പോഴും എന്നാണ് ഞാൻ കരുതുന്നത്. രണ്ടാമത്തേത് മാർക്സിൻ്റെ ചരിത്രധാരണയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രരചനയ്ക്ക് ഇന്ത്യയെക്കുറിച്ചുള്ളതിലാണെങ്കിൽ 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന് 50കളിൽ ന്യൂയോർക്ക് ഡെയിലി ട്രിബ്യൂണിൽ എഴുതിയ ലേഖനങ്ങൾ.
1850കളിൽ എഴുതിയത്. ഒരു ലേഖനത്തിന് 5 പൗണ്ട് കിട്ടുമായിരുന്നു. അതായിരുന്നു ഒരു അട്രാക്ഷൻ. ചിലതൊക്കെ എംഗൽസാണ് എഴുതി കൊടുത്തത്. മൂപ്പർക്ക് നേരമില്ലാത്തപ്പോൾ എംഗൽസ് എഴുതി കൊടുക്കും, കാശ് മാർക്സിന് കിട്ടും. അങ്ങനെയും കുറച്ചുണ്ട്. അത് പ്രധാനമായിട്ടും ബ്രിട്ടീഷ് പാർലമെന്ററി റിപ്പോർട്ടുകളും എൽഫിൻസ്റ്റന്റെ പുസ്തകമൊക്കെ വെച്ചിട്ടാണ് മാർക്സ് എഴുതുന്നത്. അതിൽ മാർക്സ് ഇന്ത്യയിലെ കോളനീകരണത്തെ പൊതുവെ എന്താ പറയുക പോസിറ്റീവായി കാണുന്ന ഒരു നിലപാടെടുക്കുന്നുണ്ട്. എന്നാൽ 1870കളാകുമ്പോൾ അദ്ദേഹം മൂന്നാം ലോക സമൂഹങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഏഷ്യൻ രാജ്യങ്ങളെക്കുറിച്ച്, റഷ്യയെക്കുറിച്ച്, അയർലൻഡിനെക്കുറിച്ച്, അതുപോലെ വടക്കേ അമേരിക്കയിലെ ആഭ്യന്തര കലാപത്തെക്കുറിച്ചൊക്കെ പ്രത്യേകമായി പഠിക്കുന്നത് 870 മുതൽ 83 വരെയുള്ള അവസാനത്തെ ഒരു വേഴവട്ടക്കാലമാണ്. ഈ ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആലോചനകൾ വ്യത്യസ്തമായ നിലയിലേക്ക് പോകുന്നത്. ഇപ്പോൾ വടക്കേ അമേരിക്കയിലെ ആഭ്യന്തര കലാപത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് മാർക്സ് പറയുന്നത്, കറുത്ത തൊലിയിലെ അധ്വാനം ബന്ധിതമായിരിക്കുന്നിടത്തോളം കാലം വെളുത്ത തൊലിയിലെ അധ്വാനം വിമോചിതമാകില്ല. വാസ്തവത്തിൽ മർമ്മസ്പർശിയായ ഒരു ഒബ്സർവേഷനാണ്. വംശീയതയുടെയും വർണ്ണവിദ്വേഷത്തിൻ്റെയും ജാതിയുടെയും ബന്ധങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം തൊഴിലാളി വർഗ മോചനം എന്നത് സാധ്യമാകില്ല എന്നാണ് ഇതിൻ്റെ ലളിതമായ അർത്ഥം. മാർക്സ് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, പക്ഷേ ഈ ഒബ്സർവേഷൻ ഉണ്ട്. അത്തരം ഒബ്സർവേഷൻസ് വികസിച്ച് വരുന്നത് 870കൾക്ക് ശേഷമാണ്. ആ ഘട്ടത്തിൽ അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് എഴുതിയ ലേഖനങ്ങളിൽ പറയുന്നത് കൊളോണിയലിസം എന്ന് പറയുന്നത് നഗ്നമായ രക്തമൂറ്റലിനപ്പുറം ഇന്ത്യയുടെ നവീകരണത്തിന് ഒരു നിലയിലും സംഭാവന ചെയ്തിട്ടില്ല എന്നാണ്. ഇത് 50കളിൽ പറയുന്നത് വ്യത്യസ്തമാണ്. അൺകോൺഷ്യസ് ടൂൾ ഓഫ് ഹിസ്റ്ററി എന്നാണ് കൊളോണിയലിസത്തെ കുറിച്ച് 50കളിൽ മാർക്സ് എഴുതിയത്. അത് വെച്ചിട്ടാണ് എഡ്വേർഡ് സെയ്ദ് മാർക്സിനെ ഓറിയന്റലിസ്റ്റ് ആക്കിയത്. എഡ്വേർഡ് സെയ്ദ് മാർക്സിനെ ചീത്ത വിളിക്കുന്നുണ്ട് ഈ വാക്യം വെച്ചിട്ടാണ്. 70ൽ എഴുതിയത് മൂപ്പര് കണ്ടില്ല, അല്ലെങ്കിൽ കണ്ടില്ല എന്ന് സൗകര്യപൂർവ്വം തീരുമാനിച്ചു എന്നേ ഉള്ളൂ. അതുകൊണ്ട് മാർക്സിന്റെ ചിന്തയിലും ഈ മാറ്റമുണ്ട്. എന്തായാലും പക്ഷെ മാർക്സിന്റെ ഒരു അന്നത്തെ ഒരു പരിമിതി എന്ന് പറയുന്നത് ബ്രിട്ടനിലെ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുന്ന റിപ്പോർട്ടുകളും അപൂർവമായി കിട്ടുന്ന ചില പുസ്തകങ്ങളും അല്ലാതെ ഇന്ത്യയിലെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡാറ്റയും മാർക്സിന്റെ കയ്യിലില്ല. എങ്കിലും അവിടെ നിന്ന് അദ്ദേഹം 2-3 നിരീക്ഷണങ്ങൾ നടത്തിയത് പ്രധാനമാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അർത്ഥപൂർണമാകണമെങ്കിൽ ഒന്നുകിൽ ഇന്ത്യയിലെ തൊഴിലാളി വർഗം ബ്രിട്ടീഷ് മുഖം കുടഞ്ഞു കളയണം, അല്ലെങ്കിൽ ബ്രിട്ടനിൽ തൊഴിലാളി വർഗം അധികാരത്തിലെത്തണം. ഇതിൽ രണ്ടിലേതെങ്കിലും ചെയ്യാതെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൈവരില്ല. ജാതിയെക്കുറിച്ച് തന്നെയുള്ള മാർക്സിന്റെ ഒബ്സർവേഷൻ പ്രധാനമാണ്. സവിശേഷമായ തൊഴിൽ വിഭജനത്തിന്റെ രൂപമാണ് ജാതി എന്ന് അദ്ദേഹം അന്ന് തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ ജാതിയുടെ ഭൗതിക ആധാരങ്ങളെ ആയാലും ഈ വംശീയ വർണ്ണ ബന്ധങ്ങളെ കുറിച്ചായാലും ഒക്കെയുള്ള ആലോചനകൾ, പാസിംഗ് കമൻസ് മാർക്സിന്റെ 70കളിലെ രചനകളിലുണ്ട്. പക്ഷേ ഒരു പ്രയാസം വന്നത് അത്തരം എഴുത്തുകളൊക്കെ ലോകത്തിന്റെ ശ്രദ്ധയിലേക്കോ ഇന്ത്യയിലെ ചരിത്രകാരന്മാരുടെ ശ്രദ്ധയിലേക്കോ തന്നെ വരുന്നത് 1950കളിലും 70കളിലുമാണ്. എത്നോഗ്രാഫിക്കൽ റൈറ്റിങ്സ് മാർക്സിന്റെ പുസ്തകമായിട്ട് വരുന്നത് 1971 മറ്റാണ്. അപ്പോഴേക്കും മാർക്സ് മരിച്ചിട്ട് തന്നെ 90 വർഷമായി. 70കൾക്ക് ശേഷമാണ് ഈ റൈറ്റിങ്സ് പുറത്തു വരുന്നത്. അതേക്കുറിച്ച് ഗൗരവമുള്ളൊരു പഠനം വരുന്നത് 2000 ആണ്ടൊക്കെ. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം മാർക്സിനെ സംബന്ധിച്ചുണ്ട്. മാർക്സിൻ്റേത് എന്ന് നാം കരുതുന്ന വീക്ഷണഗതികൾ മാർക്സ് ഉപേക്ഷിച്ചോ, അതിൽ തിരുത്തൽ വരുത്തിയോ, ഊന്നലുകൾ മാറിയോ എന്നതൊന്നും വാസ്തവത്തിൽ 1950കൾ വരെ കാര്യമായി തിരിച്ചറിയപ്പെട്ടിരുന്നില്ല. ഇപ്പൊ ബ്രുണ്ടിസ് പോലെ ഒരു ടെക്സ്റ്റ് 50കളിൽ പുറത്തു വന്നെങ്കിലും 35ൽ പുറത്തു വന്നെങ്കിലും 70കൾ വരെ അത് ചർച്ചയിൽ വരുന്നില്ല. അപ്പം അങ്ങനെയുള്ള ധാരാളം പരിമിതികൾ മാർക്സിസത്തിന്റെ ചരിത്രത്തെ നമ്മൾ മാർക്സിസ്റ്റ് രചനകളുടെ പബ്ലിക്കേഷൻ ഹിസ്റ്ററി കൂടിയായി ചേർത്ത് വെച്ച് പഠിക്കേണ്ടതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സോവിയറ്റ് മാർക്സിസം പ്രബലമായിരുന്ന ഘട്ടത്തിൽ, അതേ ഘട്ടത്തിൽ എക്കണോമിക് ആൻഡ് ഫിലോസഫിക് മാനുസ്ക്രിപ്റ്റ്സ് കണ്ടെടുക്കപ്പെട്ടിരുന്നു എങ്കിൽ സോവിയറ്റ് മാർക്സിസത്തിന്റെ ഊന്നലുകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരുപക്ഷെ ലെനിൻ്റേത് പോലുള്ള ഇന്റർവെൻഷൻസ് സാധ്യമാകുമായിരുന്നു. പക്ഷെ പാരീസ് മാനുസ്ക്രിപ്റ്റ്സ് പുറത്തു വരുന്ന ഘട്ടമായപ്പോഴേക്കും ഏതാണ്ട് സോവിയറ്റ് പാറ്റേൺ ഉറച്ചു. പിന്നീട് എത്രയോ കഴിഞ്ഞിട്ടാണ് ഗ്രൂണ്ടിൽസ് വരുന്നത്, അങ്ങനെ ജർമ്മൻ പ്രത്യയശാസ്ത്രം വരുന്നത്. അപ്പോൾ ഈ വൈരുദ്ധ്യങ്ങളും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ മാർക്സിനെ കാണാൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാർക്സിനെ ഒറ്റക്കൊരാളായിട്ട് മനസ്സിലാക്കുന്നതിൽ വലിയൊരു അർത്ഥം ഇപ്പം ഇല്ല. കാരണം മാർക്സ് എഴുതിയ രചനകൾ, മാർക്സിന്റെ എഴുത്തിനെ കുറിച്ചുണ്ടായ രചനകൾ, അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ, മാർക്സിന്റെ തന്നെ പിൽക്കാല രചനകൾ, ഇതെല്ലാം കൂടി ചേർന്ന ഒരു വലിയ ഡിസ്കസീവ് ഫ്രെയിമായിട്ട് ഇന്ന് മാർക്സിനെ കാണാൻ പറ്റും. ഒറ്റക്കൊരാളായിട്ട് മൂപ്പരില്ല എന്ന് തോന്നണം.